ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ലാംഗ്ഹ ബേയിലാണ് കേട്ടോ. ലാംഗ്ഹ ബേ ഇസ് ദ മോർ ക്വയറ്റ് വേർഷൻ ഓഫ് ഹലോങ് ബേ എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള ഹലോങ് ബേ എന്ന് പറയാം. ഏകദേശം രാവിലെ ഒരു 11:30 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5:30 ഫിനിഷ് ആകുന്ന ഒരു ക്രൂയിസ് ട്രിപ്പിന് പോകാൻ നമ്മൾ. അപ്പൊ നമ്മൾ കയറി ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉടനെ നമ്മൾ ഫുഡിലേക്ക് കടക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. ഫുഡിലെ മെയിനായിട്ടും വിയറ്റ്നാമീസ് ഡിഷസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് മടുപ്പിക്കാതിരിക്കാനൊന്നും കുറച്ച് പൊട്ടേറ്റോ ചിപ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ട്രോപ്പിക്കൽ ക്രൂയിസ് എന്നാണ് നമ്മൾ പോകുന്ന ഈ ക്രൂയിസിന്റെ പേര്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ നമുക്ക് ലഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാറ്റ്ബ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിലെ മ്യൂസിയം അതുപോലെ തന്നെ ഒരു കേവിലേക്കും കൂടെ ഗൈഡഡ് ആയിട്ടുള്ള ഒരു ടൂറിന് പോകുന്നു. കാറ്റ്ബ ഐലൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് ക്രൂയിസിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിമ്മിങ്, വാട്ടർ സ്ലൈഡിങ് അതുപോലെ തന്നെ കയാക്കിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുളിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ക്രൂയിസിനകത്ത് തന്നെ ഉണ്ട്. ഇതൊന്നും വേണ്ട, ജക്കൂസി മതിയെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും നമുക്ക് ക്രൂയിസിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്രൂയിസിനേക്കാളും വലുതും ചെറുതായിട്ടുള്ള വേറെ കുറെ ക്രൂയിസുകളും ചുറ്റും കിടപ്പുണ്ട് കേട്ടോ. എവിടെയോ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങോട്ടാണ് ഗൈസ്. എന്തിനാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല. ഇറങ്ങി നടക്കാൻ പറഞ്ഞിട്ട് നടക്കുന്നു. അപ്പം നമ്മളെ കാറ്റ്ബ ഐലൻഡിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടികൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മുന്നേ പറഞ്ഞ കേവിലേക്കും അതുപോലെ തന്നെ മ്യൂസിയത്തിലേക്കും കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവന്ന് നോക്കും. One more thing is, remember your driver, everybody, because later when you finish all the locations around here, you have to come back in the same car, everyone. Yep, so this car over here, the number is 419, everyone. Remember, 419 is the number. ഐലൻഡ് ചുറ്റിക്കാനായിട്ട് നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടി ഇതാണ് കേട്ടോ. കേവിലേക്കും അവിടുന്ന് മ്യൂസിയത്തിലേക്കും തിരിച്ച് നമ്മുടെ ക്രൂയിസിലേക്കും നമ്മളപ്പോൾ ഈ വണ്ടിയിലായിരിക്കും യാത്ര. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 വണ്ടികളിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഹോൾ ടീം കയറിയേക്കുന്നത്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അതേ വണ്ടി കയറണം എന്നാണ് ഇൻസ്ട്രക്ഷൻ. നല്ല രസമുണ്ട് ഇങ്ങനെ അപ്പം നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ സീറ്റിൽ സ്ഥലം പിടിച്ചതുകൊണ്ട് തന്നെ ഇരുന്നിട്ടുള്ള യാത്ര നല്ല രസമായിരുന്നു കേട്ടോ. പോരാത്തതിന് ഐലൻഡിലുടനീളം നമ്മൾ ട്രാവൽ ചെയ്ത വഴികളിലേക്ക് സീനറി അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മലകൾക്ക് ഇടയിലൂടെ ആയതുകൊണ്ട് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു ആ ഒരു യാത്ര. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ടൂർ ഗൈഡ് ചേട്ടനുമായിട്ട് കേവിന്റെ മുമ്പിൽ വെച്ച് കണ്ടുമുട്ടും. So first thing first, welcome everyone to the Katba Island. The biggest island in front of us over here is a map of the Lan Ha Bay and Katba Island location. You can see Katba Island is the biggest land that's in the middle of Lan Ha Bay that is in here. And for you to know that next to the Katba ആളുടെ ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷനും അതുപോലെ തന്നെ ആള് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയൊക്കെ കേട്ടുന്നൊക്കെ നല്ല രസമായിരുന്നു. നല്ല നോളജ് ഉള്ളൊരു സംസാരം പോലെ. This one was the way we are using over here to go on along the island. And we stop in here, we just stay at the boat area over here, and later this one is the symbol of the staircase. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും പോകുന്ന സ്ഥലങ്ങളും അതിൻ്റെയൊക്കെ പ്രത്യേകതയും അവിടെ എന്തൊക്കെ ആനിമൽസ് അല്ലെങ്കിൽ സാധനങ്ങളെയൊക്കെ നമുക്ക് കാണാമെന്നൊക്കെയാണ് ആൾ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ട്രാങ് കേവ് എന്നാണ് കേവിന്റെ പേര്. നമ്മുടെ ഗൈഡ് പറഞ്ഞുകൊടുന്നത് ചുങ്ചാങ് കേവ് എന്നാണ്. വിയറ്റ്നാമിൽ വന്നിട്ട് നമ്മൾ എത്ര കേവുകളും എത്ര പഗോഡകളും കണ്ടു എന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്രയേറെ കേവുകളും പഗോഡകളും നമ്മൾ വിസിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു കേവാണിതെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാലത്തെ പഴക്കവും അതുപോലെ തന്നെ വിയറ്റ്നാമിന്റെ യുദ്ധകാല ചരിത്രമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു കേവാണ് കേട്ടോ ഇത്. Yeah, this one over here, for you to know that it has been formed by the hot lava after the tectonic plate. They hit each other, so the lava blew up over there and got quenched immediately by the salty water here. So these over here, they are all the minerals of the salty water after getting heat of the high temperatures and turned out to become like this. Sapphire, everybody. കാലുവേദന, മുട്ടുവേദന, ഹൃദ്രോഗം, ക്ലോസ്ട്രോഫോബിയ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരൊന്നും കേവിനകത്ത് കയറേണ്ടെന്നായിരുന്നു ഇൻസ്ട്രക്ഷൻ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കുനിഞ്ഞു പോകേണ്ടി വരും. ഷാർപ്പായിട്ടുള്ള എഡ്ജുകളൊക്കെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതുകൊണ്ട് ഇഞ്ചുറീസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ അത്യാവശ്യം കുനിഞ്ഞൊക്കെ നടക്കാനായിട്ട് പ്രാപ്തിയുള്ളവർ മാത്രം കയറിയാൽ മതി എന്നാണ് പറഞ്ഞു വന്നത്. When our scientists we came in here, we also took this one like one more sample of the stalactite we got in here, and after bringing this one to go into the laboratory
to make experiment. Then realize that this one over here is even all of these stalactites over there and dropping down to here. These stalactites right there, they are the same like a nature filter to purify all the water we got in here. So we call the വിയറ്റ്നാമിലെ ഹാലോങ് ബേയിലേക്കോ ലാങ് ഹ ബേയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ കേവിലേക്കുള്ളൊരു വിസിറ്റ് വെറുത്തായിരിക്കും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ദൈവമാണ്. ഈ കേവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം ഇതാണെന്നാണ് കേട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേവിന്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. This location, what to show you for you to see. If you take a look in here, this house over here is a place way at the back of this location. അപ്പൊ നമ്മുടെ കേവിലുള്ള പലതരത്തിലുള്ള വവ്വാലുകൾ ജീവിക്കുന്നത് ഈ കാണുന്ന തുളകൾക്കകത്താണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും കേവിൽ നിന്ന് ഇറങ്ങി അടുത്ത മ്യൂസിയത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തായാലും പണ്ട് തൊട്ടേ കാണാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ മ്യൂസിയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നമ്മളിപ്പോൾ വന്നേക്കുന്ന മ്യൂസിയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐലൻഡിലുള്ള എല്ലാത്തരം ജീവികളെ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്സ്യങ്ങൾ, കടലിൽ ജീവിക്കുന്നതും അതുപോലെ തന്നെ കരയിൽ ജീവിക്കുന്ന ബട്ടർഫ്ലൈ, ബേർഡ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളെയും ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചു നേരം മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ക്രൂയിസിലേക്ക് വീണ്ടും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ക്രൂയിസിൽ ചെന്നാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ മാറിയിട്ട് കയാക്കിങ്ങിനോ സ്വിമ്മിങ്ങിനോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇറങ്ങാം കേട്ടോ. സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇറങ്ങിയ കലാപരിപാടി എന്ന് പറഞ്ഞാൽ കയാക്കിംഗ് ആയിരുന്നു. നമ്മൾ കയാക്കിങ്ങിന് ഇറങ്ങിക്കോണ് ഗൈസ്. ഇവിടെ ലാങ് ഹ ബേയിൽ കയാക്കിങ്ങിന് വേണ്ടി വന്നതാണ്. ലാങ് ഹ ചളി ബേച്ച് കൊണ്ടുവന്നാണ് വണ്ടി നിർത്തിയേക്കണത്. ലാൻഹ ബേക്കാളും കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ഹൈപ്ഡ് ആയിട്ടുള്ള സ്ഥലം ഹലോങ് ബേ ആണ് കേട്ടോ. ഹലോങ് ബേയും ലാൻഹ ബേയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരുപോലെ ഇരിക്കും. സീനറി രണ്ട് സ്ഥലത്തും ഒരേത് തന്നെ. എന്നാലും കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള സ്ഥലം ഹാലോങ് ബേ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഹാലോങ് ബേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല തിരക്കുള്ള സ്ഥലമാണ്, നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നമ്മൾ കയാക്കിംഗ് ചെയ്യുന്ന പ്രദേശത്ത് വേറെ അധികം ആളും തിരക്കും ബഹളവും ഒന്നും തന്നെ ഇല്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും പോയി കയാക്കിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഓരോ സ്ഥലത്തും ഒരേ ആക്ടിവിറ്റി തന്നെ ചെയ്തെങ്കിലും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ക്രൂയിസിൻ്റെ അവിടെ നിന്ന് വലിയ കുക്കിവിളിയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വാട്ടർ സ്ലൈഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കയാക്കിങ്ങിൻ്റെ പരിപാടി വേഗം തന്നെ ഫിനിഷ് ചെയ്തിട്ട് വാട്ടർ സ്ലൈഡിൻ്റെ അങ്ങോട്ട് ആദ്യം നേരെ ചെന്ന് കടലിലേക്കാണ് ചാടുന്നത്. അപ്പോൾ കടലിൽ സ്വിമ്മിങ് ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. വാട്ടർ സ്ലൈഡിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതങ്ങോട്ട് മൊമെൻ്റ് എൻജോയ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി. അങ്ങനെ നമ്മൾ നേരെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സിലേക്ക് എത്തി. നമ്മുടെ ഗൈഡ് ചേട്ടൻ ഇത്ര അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ സൺസെറ്റ് വാച്ചിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. ഗൈഡ് ചേട്ടൻ്റെ പാട്ട്, ഈവനിങ് സ്നാക്സ്, സൺസെറ്റ് എല്ലാം കൂടെ കൂടി ഒരേ ഒരു വൈബ്.
അപ്പോൾ നമ്മുടെ ക്രൂയിസ് കരയ്ക്കോട് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. ഈ ഹലോങ് ബേയോട് നമുക്ക് ബൈ ബൈ പറയാനുള്ള സമയം. കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.